ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഏപ്രിൽ 11 വീഡിയോ ആണ് കേട്ടോ ഇത്. ഇന്ന് എൻ്റെ കുട്ടീൻ്റെ ഒന്നാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ ഒരു ചെറിയ രീതിയിലാണ് ബർത്ത്ഡേ നടത്തുന്നത്. ഞങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലി മാത്രം ഒന്നിച്ചിട്ടുള്ള ഒരു ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷനാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ഇങ്ങനെ പണിയിൽ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ കേക്കും വന്നിട്ടുണ്ട്. അതുപോലെ ഫുഡൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തേക്കാണ്. പിന്നെ വീട്ടിൽ പായസം മാത്രമേ വെക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ പാലട മിക്സിൻ്റെ പാക്കറ്റാണ് മേടിച്ചത്. അത് 2 പാക്കറ്റ് വെച്ചിട്ട് ഉള്ള കുറച്ച് പായസം കൂടെ വെച്ചിട്ടോ. അപ്പം ഈ ഒരു മിക്സ് എന്ന് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിൽ നമ്മൾ എക്സ്ട്രാ മധുരം ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ആ പായസം കറക്റ്റ് ആ ഒരു പാലട മിക്സിൻ്റെ തന്നെ കളറും വരും കേട്ടോ. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഉമ്മച്ചിയും വാപ്പിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നപ്പോൾ അവിടുന്ന് ഗിഫ്റ്റൊക്കെ മാന്മാരും ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലുള്ള എൻ്റെ ഒരു അലങ്കാരപ്പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈസുവിന് ഡ്രസ്സൊക്കെ മാറ്റി ഒരുക്കി തലയിൽ തൊപ്പിയൊക്കെ വെച്ച് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാനുള്ള ഒരു പുറപ്പാടിലാണ്. Happy birthday to you. Okay. കൊടുക്ക്, നല്ലൊരു കൊടുക്ക്. Happy birthday, Faisu. അതൊക്കെയാണ് ഇഷ്ടം. കൊടുത്തോ. അപ്പോൾ അൽഹംദുലില്ലാ കേക്ക് കട്ടിങ്ങൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു. ഞങ്ങൾ രണ്ടാളും നിന്നല്ല, ഉമ്മായും അതായത് എൻ്റെ ഉമ്മായും പപ്പായും ഇക്കാൻ്റെ ഉമ്മായും പപ്പായും കൂടെ നിർത്തിയിട്ടാണ് കേട്ടോ കേക്ക് മുറിപ്പിക്കാൻ വെച്ചാൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്യണമെന്നുള്ളതും ഒരു നാലാളെയും കൂടെ നിർത്തിയിട്ട് ചെയ്യിപ്പിക്കാനായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ആഗ്രഹം നടന്നു. അതുപോലെ തന്നെ നമ്മളുടെ ബർത്ത്ഡേ കേക്ക് വന്നിട്ട് ടെൻഡർ കോക്കനട്ടിൻ്റെ ഫ്ലേവർ ആയിരുന്നു കേട്ടോ. നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന 2 kg നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതായത് ഓവർ എസൻസോ ആർട്ടിഫിഷ്യൽ കളറൊന്നും ഓവറായിട്ടൊന്നും ആഡ് ചെയ്യാണ്ട് നല്ലൊരു ടേസ്റ്റിലുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കേക്ക് എല്ലാവർക്കും കഴിക്കാനായിട്ടൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാണ്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ മുറിച്ചു, നമ്മളെല്ലാവരും കുറേശ്ശെ കഴിച്ചു. അതിനുശേഷം നമ്മളുടെ കടയിലേക്ക് കൊടുത്തു വിടാനായിട്ട് അവർക്കും എല്ലാവർക്കും ഓരോ പീസ് കട്ട് ചെയ്തൊക്കെ കൊടുത്തു വിട്ടു. ബാലൻസ് വന്നത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫുഡിലേക്ക് പോവാം. ഫുഡ് വന്നിട്ട് നമ്മളുടെ പൗണ്ടിലുള്ള റുമാനിയിൽ നിന്നായിരുന്നു നമ്മൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. മന്തി ഉണ്ടായിരുന്നു, അതുപോലെ കുറച്ച് ബിരിയാണിയും മേടിച്ചു. പിന്നെ നല്ലൊരു അടിപൊളി ചിക്കൻ്റെ കറി ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ചിക്കൻ നല്ലൊരു തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ടുള്ള കറിയായിരുന്നു. അതുപോലെ ബീഫ് BDF ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇനി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.